നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രഞ്ച് വമ്പന്മാരായ PSG ഇതുവരെ ഒരു യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, നേരത്തെ അവർ ഫൈനലിൽ എത്തിയിരുന്നു. പക്ഷേ ക്ലബിന്റെ ചരിത്രത്തിൽ ഇതുവരെ UCL കിരീടം നേടാനുള്ള ഒരു ഭാഗ്യം അവർക്ക് ലഭിച്ചിരുന്നില്ല എന്നതാണ്. ഇത്തവണ വലിയ സാധ്യത PSG കൽപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷേ സെമി ഫൈനലിൽ ബൊറൂസിയയോട് പരാജയപ്പെട്ടുകൊണ്ട് അവർ പുറത്താവുകയായിരുന്നു. കന്നി UCL കിരീടത്തിന് വേണ്ടിയുള്ള അവരുടെ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ്. PSG വളരെ വലിയ നഷ്ടമാണ് കിലിയൻ എംബപ്പയുടെ പോക്കിലൂടെ സംഭവിക്കുന്നത്. കളത്തിനകത്തും പുറത്തും എംബപ്പയുടെ അഭാവം അവർക്ക് തിരിച്ചടി ഏൽപ്പിക്കും. പക്ഷെ എംബപ്പെ പോകുന്നത് കൊണ്ട് PSG പരിശീലകനായ ലൂയിസ് എൻറിക്കയ്ക്ക് പ്രത്യേകിച്ച് ആശങ്കകൾ ഒന്നുമില്ല. എംബപ്പെ ഇല്ലാതെയും UCL കിരീടം നേടാൻ PSG സാധിക്കും എന്നാണ് ഇപ്പോൾ എൻറിക്കെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എംബപ്പയെ ഈ സീസണിൽ പരിശീലിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമാണ്. 7 വർഷം അദ്ദേഹം ഈ ഒരു ക്ലബിൽ തുടർന്നു. ഈ ക്ലബിനോട് വിട പറയുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായും എംബപ്പയ്ക്ക് പകരക്കാരില്ല. അദ്ദേഹത്തിന് പകരക്കാരനെ കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിയില്ല. മറിച്ച് ഞങ്ങൾ ചെയ്യുന്ന കാര്യം 5 or 6 സൈനിങ്ങുകൾ നടത്തി ടീമിനെ നിർമ്മിച്ചെടുക്കും എന്നതാണ്. ഞങ്ങളുടെ ഈ ടീമിന് യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ കഴിയും. എംബപ്പയുടെ അഭാവത്തിലും അതിന് സാധിക്കും. ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം ഈ ടീമിനെ ശക്തിപ്പെടുത്തുക എന്നതാണ്. ഇതാണ് PSG പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിരവധി സൂപ്പർ താരങ്ങളെ PSG ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മുന്നേറ്റ നിരയിലേക്ക് 2 അതിലധികമോ സൂപ്പർ താരങ്ങളെ PSG സൈൻ ചെയ്തേക്കും. റഫേൽ ലിയാവോ, വിക്ടർ ഒസിമെൻ, കീച്ച ക്വാറസ്കേലിയ എന്നിവരുടെ പേരുകളൊക്കെ ഈ ഒരു സ്ഥാനത്തേക്ക് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം.